നമസ്കാരം. കേറ്റഡ് 3യുടെ 5ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. 10 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു വലിയ റെക്റ്റാങ്കിളിൻ്റെ കോർണേഴ്സ് എല്ലാം സർക്കിളിലാണ്. പക്ഷെ ആ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് അതൊരു ഗ്രിഡാണ്. ശരിക്കും ഇവിടെ 4 റെക്റ്റാങ്കിള്, ചെറിയ റെക്റ്റാങ്കിൾ ഹൊറിസോണ്ടലായും 4 വെർട്ടിക്കലായും വരുന്ന ഒരു 4x4 ഗ്രിഡാണ് കാണുന്നത്. ആ ഗ്രിഡിലുള്ള ഓരോ ചെറുതും റെക്റ്റാങ്കിൾസ് തന്നെയാണ്. വലിയ സർക്കിളിൻ്റെ ഔട്ടറായിട്ട് കാണുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ 10 അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേക കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇവിടത്തോളമുള്ള അകലം 5 ആണ്. ഇത് 5 ആണെങ്കിൽ ഈ കാണുന്നതും 5 ആണ്. കാരണം അതൊരു മറ്റൊരു റെക്റ്റാങ്കിളിൻ്റെ, ഇങ്ങനൊരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസാണ് ഇപ്പോൾ പറഞ്ഞ രണ്ടും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ആ റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 5/2, ദാറ്റ് ഈസ് 2.5 ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം, ഈ 2.5 ഡയഗണലായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് 2.5, 1 2 3 4 5 6 7 8 8 into 2.5, that is equal to 12 centimeter is the perimeter of the shaded part. അടുത്തത് 12 അല്ല, 20 is the 8 into 2.5. 8 into 2.5 12 അല്ലല്ലോ. 8 into 2.5 എന്ന് പറയുന്നത് 20 ആണ്. 20 centimeter is the perimeter of the shaded part. രണ്ടാമത്തെ ചോദ്യം നോക്കാം. Augustus De Morgan, a mathematician who lived in the year 19th century, 1800നും 1900നും ഇടയിലുള്ള ഭാഗം, 19th century, made a comment. I am X years old in the year X square. X സ്ക്വയർ എന്ന ഇയറിൽ എനിക്ക് X ഇയേഴ്സ് ഉണ്ടാവും. X സ്ക്വയർ എന്ന ഇയർ ഈ 1800നും 1900നും ഇടയിലാണ്. ആ ഇയറിൽ അദ്ദേഹത്തിന് X ഇയർ ഓൾഡ് പ്രായം ഉണ്ടാവും. അപ്പോൾ 1800നും 1900നും ഇടയിലുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇയർ ഓഫ് ബർത്ത് എന്താണ്? ഈ 1800നും 1900ൻ്റെ ഒരു പ്രത്യേകത, അതിനിടയിൽ ഒറ്റ പെർഫെക്റ്റ് സ്ക്വയറേ ഉള്ളൂ. അത് 43 സ്ക്വയറാണ്. 1849 എന്ന് പറയുന്ന 43 സ്ക്വയറാണ്. അപ്പോൾ ഈ 43 സ്ക്വയർ 1849 അദ്ദേഹത്തിന് X വയസ്സുണ്ടാകുമെങ്കിൽ ഇതിനകത്തുനിന്ന് ആ 43 എന്ന് പറയുന്ന നമ്പർ കുറച്ച് കഴിഞ്ഞാൽ 43ൻ്റെ സ്ക്വയറാണല്ലോ ഈ കാണുന്നത്. 1806 എന്ന ഇയർ കിട്ടും. ആ ഇയറിലായിരിക്കും അഗസ്റ്റസ് ഡി മോർഗൻ ജനിച്ചിരിക്കുന്നത്. അടുത്ത ഒരു പോയിന്റ് നോക്കാം. മഞ്ജു സ്കൂളിലേക്ക് ഓടിപ്പോകുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്നു. സ്കൂളിലേക്ക് ഓടിപ്പോകുന്നു, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്നു. അപ്പോൾ 40 മിനിറ്റ് എടുക്കും. സ്കൂളിലേക്കും വീട്ടിലേക്കും ഓടുകയാണെങ്കിൽ 24 മിനിറ്റ് എടുക്കും. എന്നാൽ സ്കൂളിലേക്കും വീട്ടിലേക്കും നടന്നു പോവുകയാണെങ്കിൽ എത്ര മിനിറ്റ് എടുക്കും എന്നതാണ് ചോദ്യം. ഇത് 56 മിനിറ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഷീ ഹാസ് യൂണിഫോം സ്പീഡ് ഓൺ വാക്കിംഗ് ആൻഡ് ഹാസ് യൂണിഫോം സ്പീഡ് ഓൺ റണ്ണിങ്. വേഗത കൂടെയും കുറയൊന്നും ചെയ്യുന്നില്ല. ആ കാര്യം ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതായത്
രണ്ട് ഭാഗത്തേക്കും ഓടുകയാണെങ്കിൽ 24 മിനിറ്റ് എടുക്കുമെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഓടാനായിട്ട് 12 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നടക്കാനോ 40 - 12, നടക്കലും ഓടലും ഉള്ളത് ആദ്യ ഭാഗത്താണല്ലോ. 40 - 12 എന്ന് പറയുന്ന 18ലാണ്. അപ്പോൾ നടക്കാൻ മാത്രം 18എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് എത്ര? ഓക്കെ, 28ആണ്. 18 28. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ 28 × 2 എന്ന് പറയുന്ന 56ലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4 ഡിഫറെൻ്റ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 110ആണ്. എന്നാൽ ഇവയുടെ സം എത്രയാണെന്നാണ്. അപ്പോൾ 110 എന്ന് പറയുന്നത് 11 × 10 എന്ന് കാണാം. പക്ഷെ 4 പ്രോഡക്റ്റായ 11 × 2 × 5 എന്ന് എഴുതിയാൽ 3 ആകുള്ളൂ. ഒരു 1 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സം എത്രയാണെന്നാണ്. 11 × 2 × 5 × 1. സം എത്രയാണെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ, 19ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 19 കിട്ടും. അടുത്തത് 9ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണിത്. 1 2 3 4 5 സ്ക്വയേഴ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചാണ് ഈ പടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ റൈറ്റ് ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ 22ഉം 3ഉം കൂടി കൂട്ടിയ 25ആണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ 25ആണ്. ഈ 25 കിട്ടാൻ ഇവിടുത്തെ 7ഉം ഈ എക്സും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ x = 18 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിലാണ് ഇത്തരം ഡിസ്കഷൻസ് വരുന്നത്. അടുത്തത് PQRS എന്നത് ഒരു റെക്റ്റാങ്കിളാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 1 2 3 4 ഒരേ വലിപ്പത്തിലുള്ള 4 റെക്റ്റാങ്കിൾസ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ PQ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 1 ആണെങ്കിൽ ഈ ലെങ്ത്തും 1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി ഹാഫാണ്. അത് ഹാഫാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഹാഫാണ്. ഓക്കെ, ഇത് രണ്ടും ഹാഫാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് RQ = 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 2 ആണ്, ബ്രെഡ്ത്ത് 1 ആണെങ്കിൽ ഇത് √5 ആയിരിക്കും. അത് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ രണ്ടും മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. വായിക്കുമ്പോൾ തന്നെ ഒരു പ്രാക്ടീസിങ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ BEd ഒക്കെ കഴിഞ്ഞ മാത്തമാറ്റിക്സ് പ്രത്യേക വിഷയമായിട്ടെടുത്ത് പഠിച്ച അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന അക്കാഡമിക് ചിന്തയുടെ ഒരു ഭാഗം തന്നെയാണിതെല്ലാം. അപ്പോൾ ഇവിടെ എറേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാത്തമാറ്റിക്സ് മീൻസ് ഇറ്റ് ഈസ് ട്രൂ ആസ് ദേ ഗിവ് ideas about how children construct mathematical concept. കുട്ടികൾ എങ്ങനെയാണ് ഗണിതാശയങ്ങളെ സ്വാംശീകരിക്കുന്നതെന്ന് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ തെറ്റുകളിലൂടെ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ളതെല്ലാം വായിച്ചു നോക്കിയാൽ അതെല്ലാം ഇറലവൻ്റ് ആണ് ഇവിടെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തത് പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ റാഷണൽ നമ്പർ whose square is 2. നമ്മുടെ പുതിയ പാഠപുസ്തകത്തിലെ ഒരു വ്യാഖ്യാന രീതിയാണത്. √2 ഈസ് ആൻ റാഷണൽ നമ്പർ എന്ന് മറ്റ് പല പുസ്തകങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ദർ ഇസ് നോ റാഷണൽ നമ്പർ whose square is 2. ദർ ഇസ് നോ റാഷണൽ നമ്പർ whose square is 2. അതിൻ്റെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന ഈ രീതിയിലാണ്. ക്ലിയറാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് അത് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്രോജക്റ്റ് ഇൻ മാത്തമാറ്റിക്സ്. ഇറ്റ് പ്രൊമോട്ട് എൻക്വയറി, അതായത് സെർച്ച് ഫോർ നോളജ് എന്ന അർത്ഥത്തിലാണ് എൻക്വയറി ഉപയോഗിച്ചിരിക്കുന്നത്.
ദേ പ്രൊമോട്ട് സെർച്ച് ഫോർ എൻക്വയറി. അത് ശരിയാണ് പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ദ എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, അതും ശരിയാണ്. എസ്റ്റാബ്ലിഷ് ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്കേജസ്, അതും ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷനായിട്ട് വരുന്ന ഇതാണ്, കാരണം നോട്ട് എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത കാര്യം, ഒരു പെൻറ്റഗണിൻ്റെ 5 സൈഡുകളിലും ഇങ്ങനെ സെമി സർക്കിൾസ് വരച്ചിരിക്കുന്നു. പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ 54 ആണ്. പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ 54 ആണെങ്കിൽ ഈ ഫിഗറിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ 54 ആണ്. അപ്പോൾ ഈ 5 സൈഡുകളും ഇങ്ങനെ നേരെ ഇങ്ങനെ കണ്ടാൽ ഇത് 54 ആണ്. ഇതിലാണ് നമുക്കിങ്ങനെ 5 സെമി സർക്കിൾസ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവയുടെ റേഡിയസുകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ദ റേഡിയായി ഈസ് 27 എന്ന് കിട്ടും. സം ഓഫ് ദ റേഡിയായി ഈസ് 27. നമുക്കിത് ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് ഹാഫ് ഓഫ് 2π ഇൻറ്റു 27 എന്ന് കണ്ടാൽ 27 പൈ എന്ന ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ പലതും ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാതെ ഒരു മൈൻഡിൽ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്ത് ഇൻ ഹെഡ് എന്ന വാക്കാണ് നമ്മൾ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു മനക്കണക്കായിട്ട് മനസ്സിലിത് കണ്ടുകൊണ്ട് ഇവയുടെ ഉത്തരം എഴുതാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ വളരെ എളുപ്പത്തിൽ സമയം ഒട്ടും നഷ്ടപ്പെടാതെ അതുപോലത്തെ ഒരു പ്രാക്ടീസാണ് കേട്ടിട്ട് എഴുതാനുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഓക്കെ.